ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാണുന്നുണ്ട്. ഓക്കെ, ഇത് പുറത്തുനിന്നാണ് എടുക്കണം. സോ വെട്ടം കിട്ടണം എന്നുള്ളതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് എൻ്റെ വീഡിയോയിൽ പറയും, എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, ലൈക്ക് ക്യാമറ ഇഷ്യൂ. ഇത് തന്നെയാണ് ഞാൻ ഫുൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫൈനലി അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അത് കിട്ടുമോ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല. ബേസിക്കലി നമ്മൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ലൈക്ക് ഞാൻ ഐഫോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷേ ഇന്ന് എടുക്കുമോ എന്നുള്ളത് ഉറപ്പില്ല. ഞങ്ങൾ നേരത്തെ പോയി നോക്കി. അപ്പം ഞങ്ങൾ ജസ്റ്റ് പ്രൈസൊക്കെ നോക്കി ഫിഗർ ഔട്ട് ചെയ്തു ഏതെടുക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പം ഞങ്ങൾ 2-3 സ്റ്റോറിൽ തിരക്കി. അപ്പോൾ അത് ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം ലുലു മോളിലുള്ള ആപ്പിൾ സ്റ്റോറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 5% എന്തോ ഓഫർ നടക്കുന്നുണ്ട്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് പ്രൈസ് കുറവിന് കിട്ടും. സോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊന്ന് പോയി നോക്കാം. ഇന്നും നാളെ കൂടെയാണ് ഓഫർ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് പോകാനേ പറ്റും. നാളെ പിന്നെ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. സോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ഇൻട്രോ പറഞ്ഞാൽ വന്നാലും കോലത്തിലായിരിക്കും നിൽക്കുന്നത്. ഐ ഡോണ്ട് നോ വൈ. സോ അപ്പം നമുക്കിനി അതിന് വേണ്ടിയിട്ടുള്ള ഇതിനാണ് പോണത്. അപ്പോൾ ഇന്ന് ഫോൺ എടുത്താൽ നിങ്ങൾ ഇന്നും കൂടി ഈ ക്ലാരിറ്റി ഇഷ്യൂസ് സഹിച്ചാൽ മതി. അതിന് പുറത്തുനിന്നാണ് ഷൂട്ട് ചെയ്യണം. അപ്പം സൗണ്ട് ഉണ്ടാവും. ഞാൻ പറയണത് കേൾക്കണുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ആൻഡ് ഐഫോൺ കിട്ടിയില്ലെങ്കിൽ, ഇന്ന് ഐഫോൺ എടുത്തില്ലെങ്കിൽ ഈ വീഡിയോ വരുമെന്നും എനിക്കറിയത്തില്ല. സോ ഫിംഗേഴ്സ് ക്രോസ് എല്ലാം ഓക്കെ ആവട്ടെ. സോ നമുക്കപ്പം പോകാം. അതിന് വേണ്ടി റെഡിയാവണം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വട്ടം ലുലു പോയപ്പോൾ സ്റ്റുഡിയോയിൽ നമ്മൾ സെയിൽ അടക്കമല്ലേ ഇപ്പം, അപ്പോൾ എടുത്ത ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാനിത് അന്ന് ഐഫോൺ എടുക്കാൻ പോകണേൻ്റെ അന്നേ ഇടുകയുള്ളൂ. അപ്പോൾ അത്രയും നാൾ ഞാൻ അതുകൊണ്ട് ഞാൻ ഇടാണ്ട് വെച്ചിരിക്കുകയാണ്. ഫൈനലി ഇതാണ്. ഒരുപാട് നാളായില്ല, ഒരു 1-2 വീക്ക് ആയതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ഇൻട്രോ എടുക്കാം, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. സോ അപ്പം നമുക്ക് പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ വോയിസ് ഓവർ ആയിരിക്കും ഗൈസ്. എൻ്റെ ഇത് കണ്ടാൽ തന്നെ അറിയാം, പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ സ്പീഡിനാക്കിയതാണ്. ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഫുൾ എടുത്തായിരുന്നു. പക്ഷേ ഞാനത് ഇടുന്നില്ല. ബേസിക്കായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് എൻ്റെ സ്കിന്നിന് കുറച്ച് ഇഷ്യൂ ആയിട്ടിരിക്കുകയാണ്. സൺ അലർജിയൊക്കെ ആയിട്ടിരിക്കുവാണ്. ഈ മഴയത്ത് ഇവിടുന്ന് നേരത്തെ വന്ന സൺ അലർജിയാണ്. അതുവരെ പോയിട്ടില്ല, പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ടിരിക്കുവാണ്. പിന്നെ ഞാൻ റെഡിയായി ഇറങ്ങി. ഇതാണ് എൻ്റെ കോലം. ആദ്യം ഞാൻ എവിടെ പരിപാടി അവതരിച്ചാലും ഇങ്ങനെയെന്ന് പറയുമ്പോൾ പോലെ ഞാൻ എവിടെ പോയാലും എൻ്റെ മുടി ഓയിലി ആയിരിക്കും. എൻ്റെ മുടി ഞാനിപ്പോൾ ഇന്ന് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്താലും നാളെ ഓയിലിയാവും. അതാണ് എൻ്റെ മുടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് കെട്ടി. അപ്പോൾ എനിക്ക് കുറച്ച് ബെറ്ററായിട്ട് തോന്നി. പിന്നെ ഞങ്ങളവിടെ ലുലുവിലെത്തിയതിന് ശേഷം ഞങ്ങളവിടെ സൈഡിലായിട്ട് അകത്ത് കയറ്റിയില്ല. അപ്പം പെട്ടെന്ന് പോകുമ്പോൾ ഐഫോൺ എടുക്കുക ഇങ്ങനെ വരാന്തുള്ള പോലെ അവിടെ ഞങ്ങൾ അകത്ത് പോയില്ല. ഞങ്ങൾ കഴിഞ്ഞ വട്ടം ആപ്പിളിൻ്റെ സ്റ്റോറിൽ പോയപ്പോൾ ഒരു ചേട്ടനാണ് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ലൈക്ക് നമുക്കിങ്ങനെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞത്. അപ്പോൾ ആളാണ് വിളിച്ച് ഇങ്ങനെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. 10 മിനിറ്റ് ആവുമെന്ന് പറഞ്ഞു സ്റ്റോറിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പം എങ്ങോട്ട് പോയിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഗ്രോസറി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഞാൻ ആ വീഡിയോ ലാസ്റ്റ് കാണിക്കാം എന്തൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഞങ്ങൾ നോക്കി, ഇതാണ് എൻ്റെ ഫോണൊക്കെ എടുത്ത് വെച്ചു. ഞാൻ ഒട്ടും കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും റീസൺ, ഇതാണ് എൻ്റെ പഴയ ഫോൺ. ഓക്കെ, ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന അമ്മയുടെ ഫോണിലാണ്. അപ്പം അതുകൊണ്ട് ഒട്ടും റെഡി ആവുമെന്ന് കിട്ടുമെന്ന് ചുമ്മാ നോക്കിയിട്ട് ഇങ്ങനെ വരും. അത് ആ ഒരു അഫ്കോഴ്സ് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ കിട്ടുമെന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. ബട്ട് ഫൈനലി എനിക്ക് കിട്ടി. ദിസ് ഇസ് മൈ ഐഫോൺ. ഞാൻ എടുത്തത് iPhone 15+ 256 GB ആണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരും. ലൈക്ക് അതിൻ്റെ ആക്സസറീസൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുള്ള വീഡിയോ അടുത്ത് വരും. സോ അപ്പം നമുക്ക് കാണാം. ആദ്യം ഞാൻ വെച്ച് ഈ പോർഷൻ പാട്ടിടാന്ന്, പക്ഷെ പാട്ട് വേണ്ട, ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചു. ബിക്കോസ് കുറേ സംസാരിക്കാനുണ്ട് ഗെയ്സ്. പറഞ്ഞാണ് ഞാനിത് ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പം നിങ്ങൾക്ക് പാട്ടൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ പിന്നെ ബർഗർ കിങ്ങിൽ പോയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബർഗറൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോവാണ്. എനിക്ക് എൻ്റെ മൊത്തം എക്സൈറ്റ്മെൻറ്റ് കാണാം. ഐ എം സോ ഹാപ്പി. ആൻഡ് ഇതിൻ്റെ അമ്മയുടെ ഗിഫ്റ്റായിരുന്നു. സോ നിങ്ങൾ ബാക്കി വീഡിയോ കാണാം. ഹലോ ഗെയ്സ്, ഞാൻ ആക്ച്വലി ഡോർ ക്ലോസ് ചെയ്തില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഫോൺ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ, ഫോൺ വാങ്ങിച്ചു എന്നിട്ടും ഇപ്പോഴും സ്റ്റിൽ പഴയ ഫോണിൽ വീഡിയോ എടുക്കുന്നു എന്നുള്ളത് ഉണ്ടാവും. ഒന്നാമത്തെ റീസൺ, ഫോണ് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചു, പക്ഷെ നമ്മൾ ക്യാമറ പ്രൊട്ടക്ടറൊന്നും ഒട്ടിച്ചിട്ടില്ല. ഞാനത് യൂസ് ചെയ്തും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്യാമറ പർപ്പസ് മാത്രം, സിമ്മൊന്നും അതിലിടുന്നില്ല. ഈ ഫോണിൽ തന്നെയാണ് സിമ്മും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടികളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഫോൺ യൂസ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ ലുലുന്ന് വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. എല്ലാ സാധനങ്ങളും ഇല്ല. മെയിനായിട്ട് ഗ്രോസറി ആണ് കൂടുതൽ വാങ്ങിച്ചത്, അതൊക്കെ പോയി. ബാക്കി കുറച്ച് എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തെങ്കിലും വീഡിയോയിൽ കണ്ടൻറ്റ് വേണ്ടി പിന്നെ ഐഫോണും കാണിച്ചു തരാം. സോ അപ്പം അത്
കാണിച്ചു തരാമെന്ന് വെച്ചു. പിന്നെ ഐഫോൺ സെറ്റിംഗ് ചെയ്യുന്നതും ആൻഡ് പിന്നെന്താ ഇതിൻ്റെ ആക്സസറീസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇപ്പോൾ 10 മണിയായി ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ, അത്യാവശ്യം നല്ല ലേറ്റായി. സോ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ലുലുവിൽ നിന്ന് ഇങ്ങോട്ടൊരു ഹാഫ് ആൻ അവറോളം വരാനുണ്ട്. പിന്നെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ATMലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ട് വന്നപ്പോൾ ലേറ്റായി. അതാണ് ഞാൻ ടയേർഡായിട്ടിരിക്കണേ. എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്, എനിക്ക് സ്കൂളിൽ പോകണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും ചുമ്മാ കാണിക്കാമെന്ന് വെച്ചു. ക്വാളിറ്റി ഒന്നും കാണത്തില്ല, ബട്ട് ഇതിന് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ക്വാളിറ്റി ഉണ്ടാവുമല്ലോ, ബിക്കോസ് വി ആർ ഷൂട്ടിങ് ഐഫോൺ. ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. അപ്പോൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമേ ഒരു വട്ടം മൈജിയിൽ പോയി നോക്കി, നേരത്തെ കുറച്ച് നാളും മുന്നേ. അപ്പം അവിടെയൊക്കെ പോയപ്പോൾ നമുക്ക് കുറച്ചധികം റീസൺസ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ ലുലുവിൽ ട്രിവാൻഡ്രത്തുള്ള ഇമാജിനാണോ വാട്ടെവർ ആപ്പിളിൻ്റെ സ്റ്റോറിൽ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ 5% ഓഫ് ഉണ്ട്, അപ്പം മാഡം വന്നു കഴിഞ്ഞാൽ ഇപ്പം നല്ല ഓഫറിന് എടുക്കാം എന്നുള്ള പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങൾ വെച്ചു എന്നാൽ പോയി നോക്കാം എന്നുള്ള രീതിക്ക് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പോയി. അവിടെ പോയി നോക്കിയിട്ട് എല്ലാം ഞങ്ങൾ നോക്കിയ മോഡലും സംഭവങ്ങളെല്ലാം സെറ്റായി. എല്ലാം വളരെ പെട്ടെന്ന് എടുത്തത് കൊണ്ട് തന്നെ ഞാൻ പ്രിപ്പയർഡാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഡ്രസ്സ് ഞാൻ ഐഫോൺ വാങ്ങുമ്പോൾ ഇടണം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പം ഞാൻ ഓക്കെ, പക്ഷെ എന്നാലും എൻ്റെ മൈൻഡിൽ എടുക്കൂല, എന്തെങ്കിലും റീസൺ കൊണ്ട് നമ്മൾ വേണമെങ്കിൽ ഓണത്തിന് എടുക്കാമെന്ന് വല്ലതും മാറ്റി വയ്ക്കും. കാരണം വെച്ചാൽ 2-3 വട്ടം ഞങ്ങൾ നേരത്തെ പോയി, അപ്പോഴൊക്കെ ഇതേപോലെ തന്നെ നടന്നു. എൻ്റെ മുഖം ഒരുമാതിരി ഉണ്ട്, മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് വേർത്തേക്കണം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് അപ്പം എന്തെങ്കിലും റീസൺ കൊണ്ട് ഇതും എടുക്കുന്നുണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് എല്ലാം സെറ്റായി ഐഫോൺ കയ്യിൽ തന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അതും അവിടെ ഞാനെടുത്ത പിങ്ക് ഐഫോൺ 15+ അല്ല, 15 എടുത്ത വേറെ ഉണ്ടായിരുന്നു. അതുപോലെ ലാപ്പൊക്കെ എടുത്തവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അവർ സ്വന്തമായിട്ട് തന്നെ വീഡിയോ എടുക്കുക ചെയ്തത്. എൻ്റെ അമ്മയുടെ വിവോ V29 Pro ആണ്. അപ്പോൾ അതിൽ അവരൊരു വീഡിയോ എടുത്തു. പക്ഷേ എൻ്റെ ഇതിൽ വന്നപ്പോൾ ആ കസ്റ്റമറിൽ ഞങ്ങൾ വിളിച്ച ചേട്ടൻ പറഞ്ഞു വീഡിയോ എടുത്തുതരാം, അതും ഐഫോണിൽ തന്നെ എനിക്ക് വീഡിയോ എടുത്തു തന്നു. അപ്പോൾ വീഡിയോ എടുത്തുതരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവരെല്ലാവരും നോക്കണു. പിന്നെ അത് എനിക്ക് വലിയ പ്രശ്നമില്ല, ഞാൻ ഷൂട്ടൊക്കെ ചെയ്യണതുകൊണ്ട് അതൊന്നും എനിക്കിപ്പോൾ വലിയ സീനുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് അൺബോക്സ് ചെയ്യാനൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ കൈയൊക്കെ അപ്പോൾ തണുത്ത് വിറയ്ക്കാനായിട്ട് ഇങ്ങനെ തണുത്ത് ഇതായി തുടങ്ങി. എനിക്ക് സങ്കടമാണ്, സന്തോഷം, ഞാൻ തുള്ളി ചാടുമായിരുന്നു ലിറ്ററലി. ഞാൻ ആ വീഡിയോയിൽ എൻ്റെ എല്ലാ ഇമോഷൻസും ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എനിക്ക് എന്തൊക്കെ കാണിച്ചതെന്ന് എനിക്ക് ഐഡിയ ഇല്ല. പിന്നെ എനിക്ക് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, സോറി ഫോർ ദാറ്റ്. ഇതാണ് നമ്മുടെ ഐഫോൺ. നമുക്ക് ലാസ്റ്റ് കാണിക്കാം അല്ലേ, ബാക്കി സാധനങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ട്രൈപോഡ് സെറ്റപ്പൊക്കെ പോകും. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു, ഓരോന്നായിട്ട് കാണാം. ആദ്യം തന്നെ കസ്തൂരി മേത്തിയാണ് സംഭവം. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പനീർ ബട്ടർ അതൊക്കെ വാങ്ങിച്ചു, അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു, അല്ലെങ്കിൽ ചീത്തായി പോകുമല്ലോ. അപ്പം എനിക്ക് പനീർ കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ പനീർ കറിയിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണിത്. പിന്നെ നൊസ്റ്റാൾജിയ ഐറ്റം. ഞാൻ ഡയറ്റൊക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ്, പക്ഷേ എൻ്റെ കൺട്രോൾ പോയി ഗൈസ്, ഞാൻ കഴിച്ചു. പിന്നെ പാഡ്, നമുക്കിതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ. പിന്നെ ഞാൻ മാഗി ഫാനല്ല, ഇപ്പി ഫാനാണ്. അപ്പോൾ എത്ര ഇപ്പി ഫാൻ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യും, അപ്പോൾ എനിക്കറിയാലോ. എൻ്റെ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് മാഗി ഫാനാണ്. അപ്പം ഇപ്പി ഫാൻസ് എത്ര പേരുണ്ടെന്ന്. എനിക്ക് മാഗി ഇഷ്ടമല്ല, ഐ ഡോണ്ട് നോ വൈ. പണ്ട് ഞാൻ കഴിക്കുക, പക്ഷേ എനിക്കിപ്പോൾ ഇഷ്ടമല്ല. സോ ഇപ്പി ഇത് എപ്പോഴും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമല്ല, നമുക്ക് വല്ലപ്പോഴും. പിന്നെ നമ്മളിത് റോസ്മേരിയുടെ ഇതാണ്, ലീഫാണ്. ഞാൻ മറ്റേ ആക്സ് ഗുഡ്നസിൻ്റെ ഈ ഒരു റോസ്മേരിയുടെ സംഭവം യൂസ് ചെയ്തിട്ട് എന്താ പറയുക, ഒരു 2-3 ബോട്ടിൽസോളം യൂസ് ചെയ്തു. നല്ല റിസൾട്ട് ഉണ്ട്. അപ്പം എനിക്ക് വീണ്ടും അത് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇത് കണ്ടത്, ഇതെടുത്തു. പക്ഷേ ഇത് ഞാൻ ലുലുമോൾ എന്നല്ല വാങ്ങിച്ചത്, ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഞങ്ങൾ പുറത്ത് പോയി വീണ്ടും വന്നിട്ട് പക്ഷെ അതൊന്നും ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്നിട്ട് ഞാൻ വലിച്ചിങ്ങനെ എടുത്തപ്പോൾ ഇതിൻ്റെ കവർ പൊട്ടിപ്പോയി. അപ്പോൾ അവരെനിക്ക് റബ്ബർ ബാൻഡ് ഇട്ട് തന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടു. എൻ്റെ സാധനങ്ങളെല്ലാം ലൈക്ക് സ്കിൻ കെയർ അതൊക്കെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്ന സ്പേസിൻ്റെ മുകളിലാണ്. അപ്പം ഞാൻ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതേപോലെ ഇത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ ടാനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ല സംഭവമാണ്. ഞാനപ്പോൾ ഇത് എപ്പോഴും വാങ്ങാറുണ്ട്. അപ്പോൾ അത് പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ചുപ്പാ ചിപ്സ്. എൻ്റെ മാത്രമല്ല എൻ്റെ അനിയൻ്റെ ഫേവറേറ്റാണ്. അപ്പം അത് വാങ്ങിച്ചു. മേളിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു കമൻറ്റ് വന്നു, അപ്പോൾ അതിനെ പെട്ടെന്ന് നോക്കി. പിന്നെ BTSൻ്റെ പേന. ഞാൻ BTS ഫാനല്ല അങ്ങനെ, പക്ഷെ എനിക്കിവർ BTS കാണാൻ ഇഷ്ടമാണ്. ഇതൊരു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കൊറിയൻ സീരീസ് ഒന്നും വലുതായിട്ട് കാണാൻ ആളല്ല, പക്ഷെ ഞാൻ കാണും. BTS അങ്ങനത്തെ ഫാനൊന്നുമല്ല, BTS
നോർമൽ പോലെ. ഇപ്പം എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഒന്നുമില്ല, ഒരു നമ്മളൊരു യൂട്യൂബർ ഇൻഫ്ലുവൻസേഴ്സ് കാണും അതേ ആ ഒരു ഇത്. അതല്ലാണ്ട് എനിക്ക് അതിനപ്പുറം ഒരു ഡൈഹാർഡ് ഫാനൊന്നുമില്ല. അപ്പം എനിക്ക് ഈ പിങ്ക് പേന, എനിക്ക് പിങ്കിനോട് ഭയങ്കര ഒബ്സഷനാണ്. അത് നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഐഫോൺ കാണുമ്പോൾ മനസ്സിലാവും. ഈ റീസെൻ്റ്ലി തുടങ്ങിയതാണ്. പിന്നെ ഒരു ബഡ്സ്. പിന്നെ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ ലെക്ചർ നോട്ട് എഴുതും. ഞാൻ ലെക്ചർ നോട്ട് എഴുതുന്നത് പഠിക്കാനാണെന്നാണ് എൻ്റെ ക്ലാസ്സിലുള്ളവരുടെ വിചാരം. എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം, അല്ലാത്തവരൊക്കെ വിചാരം എനിക്ക് പഠിക്കാൻ. പക്ഷെ അതല്ല എൻ്റെ റീസൺ. ഉറക്കം വരാതിരിക്കാനാണ് ലെക്ചർ നോട്ട് എഴുതുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ നമുക്ക് ഇടയ്ക്ക് ചോദിക്കുമ്പം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. അതുകൊണ്ട് പിന്നെ ഉറക്കം വരാതിരിക്കും. നമ്മൾ എഴുതിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഉറക്കം വരത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഉറങ്ങി വീഴും. അപ്പം അതിനാണ് ഞാൻ ലെക്ചർ നോട്ട് എഴുതും. അപ്പം ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ നോട്ടാണ് സ്കൂൾ വന്നത്. എങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പം ഇത് മിനി നോട്ട് മറ്റേത് കുറച്ചുകൂടി വലുതാണ്, അതിനിയും ഉണ്ട്. പക്ഷേ ഇത് കുഞ്ഞിതാകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ ഈസിയാണ്. എനിക്ക് മാക്സിമം എത്ര വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കണം. പിന്നെ ഇത് സ്പൈസസ് ആണ്, സ്പൈസസിൻ്റെ ഒരു. പിന്നെ ആശീർവാദ കേട്ടോ. എൻ്റെ റൂമിൽ ഇപ്പം തന്നെ ഓൾറെഡി എൻ്റെ യൂണിഫോം അതും ഇതും പിന്നെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വലിച്ചു കയറിയിട്ടുണ്ട്. പിന്നെ ഇതും കൂടെ ആകുമ്പം ഒരു കുന്നായി. ഇപ്പോൾ ബെഡിലിരുന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യണത്. ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം സെറ്റാക്കിയിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാൻ. എന്തോ. പിന്നെ എനിക്ക് മാഗിയുടെ പാസ്തയും ഭയങ്കര ഇഷ്ടമാണ്. മാഗിയുടെ പാസ്ത, ഇപ്പയുടെ പാസ്തയല്ല, മാഗിയുടെ പാസ്ത. ഞാനത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഇത് പക്ഷേ ഭയങ്കര ഡെലിവറി ചാർജ് കൊടുക്കണം. അപ്പം ഞാൻ ലുലുവിൽ നോക്കിയപ്പോൾ കണ്ടു. അപ്പം ഞാൻ ഒരു 3 പാക്കറ്റ് പാസ്ത വാങ്ങിച്ചു. പിന്നെ അത് ഇപ്പിയുടേത് കണ്ടു. അപ്പോൾ ഇപ്പിയുടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, ഇത് മസാലയാണ്, ഇത് ചീസാണ്. എൻ്റെ ഫേവറേറ്റ് ഇതാണ്. ഞാൻ ട്രൈ ചെയ്തില്ല, ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. സോ അത്രയും സാധനങ്ങളാണ്. ഇനിയുണ്ടോ ട്രൈ ചെയ്താൽ ഒരു സ്റ്റിക്കേഴ്സും വേറെ ഒന്നും അല്ലെങ്കിൽ ഞാൻ അനിയൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹൈപ്പറിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളൊരു കുന്ന് വാങ്ങും. ഇനിയുണ്ട് സാധനങ്ങൾ. ഓക്കെ, ഓർബിറ്റ്, പിന്നെ സ്റ്റാപ്ലർ. പിന്നെ ഇത് ഇത്രയും വലിയൊരു ഇതില്ല, കുറവാണ്, ഇത്ര വലുതൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ മെയിൻ സംഭവം. സോ ഹാപ്പി. എനിക്ക് എന്താ പറയുകയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ ഏൺ ചെയ്ത് വാങ്ങിച്ച സംഭവമല്ല, എനിക്ക് അമ്മ ഗിഫ്റ്റ് ചെയ്ത് തന്നെയാണ്. ബിക്കോസ് ഓഫ് ദിസ് റീസൺ. അതായത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതേപോലെ ഒരു ഹോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ലുലു പോയിട്ട് ഷോപ്പ് ചെയ്തിട്ട് വന്നപ്പോൾ. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തപ്പോൾ അമ്മയ്ക്ക് കണ്ടപ്പോൾ പാവം തോന്നി. പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ ഫോൺ ചെറുതായിട്ടൊന്ന് തറയിലിട്ട് ഡിസ്പ്ലേ പൊട്ടിച്ചു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ അത് മാത്രമല്ല, അമ്മയുടെ ഫോൺ ഞാൻ എപ്പോഴും വാങ്ങും വീഡിയോ എടുക്കാൻ. ക്ലാരിറ്റി വിവോ V29 Pro ആണ്. ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ ഫോൺ അതിൽ കുറച്ചൊരു ബെറ്റർ ക്വാളിറ്റിയാണ് എന്നെ വീഡിയോ കാട്ടിയും എൻ്റെ ഫോണെക്കാട്ടിലും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സാംസങ് A12 ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിങ്ങനെ വാങ്ങും വ്ളോഗ് എടുക്കാൻ അതിനുള്ളിലൊക്കെ. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അയച്ച് ക്വാളിറ്റി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡോക്യുമെൻ്റായിട്ടൊക്കെ അയച്ചെടുത്ത് വരുന്ന അങ്ങനെ ഭയങ്കര പാടാണ്. അമ്മയ്ക്കും അത് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പം പക്ഷേ ഇത്ര നാൾ ഞാൻ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ എനിക്ക് ഇത് വാങ്ങിച്ചത്. ഇപ്പോൾ അപ്പോൾ നമുക്കിത് അൺബോക്സിങ് കാണാം. ഇത് അതിൻ്റെ ബില്ലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇതൊരു ഫോൺ ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തു, നിങ്ങൾ കണ്ടല്ലോ. അതായത് അത് തുടയ്ക്കാൻ വേണ്ടിയൊരു ക്ലോത്ത്, അവർ നമ്മൾ ഡിസ്പ്ലേ സ്ക്രീൻ ഗാർഡ് ഒടിച്ച സമയത്ത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്ലോത്ത്. അപ്പോൾ അത് അവർ വെച്ചു ഓക്കെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് തന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്പ്ലേ ഇട്ട് പൊട്ടിച്ച കാര്യമൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ബോക്സിന് എടുക്കുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഈ റബ്ബർ ബാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ, അല്ലെങ്കിൽ ഇത് വന്ന് വീണ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് തന്നു, പിങ്ക് കളർ. സോ ഹാപ്പി. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആവണമെന്നോ എന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ. I'm so happy. ഞാൻ തുറന്നടിച്ചിട്ട് പിങ്ക്. സോ ഓക്കെ, ഇതൊരു വീണ്ടും ഒട്ടിച്ച് വെച്ചതാണ്, ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. ഇതിപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഇതിൽ 80% ചാർജ് ഉണ്ട്. സ്ക്രീൻ ഗാർഡും നമുക്ക് ഒട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു, കോംപ്ലിമെൻ്ററി അല്ല, സ്ക്രീൻ ഗാർഡ്. പക്ഷേ എനിക്ക് എടുക്കണമെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും ഫേക്കാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ അതായത് പുറത്തൊരു ഷോപ്പിൽ ഞങ്ങൾ ഒരുപാടെടുത്ത് വില ചെക്ക് ചെയ്തു കേട്ടോ. ബിക്കോസ് ഞങ്ങൾക്ക് ഇത്രയും നമുക്ക് ലാഭത്തിൽ കിട്ടിയില്ല. അത് നല്ലതല്ലേ. ആ റബ്ബർ ബാൻഡ് ഞാൻ കൊണ്ട് കളഞ്ഞു. ഇതാണ് എൻ്റെ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വെക്കാം. ഭയങ്കര സൂക്ഷ്മതയായതുകൊണ്ടേ. ഓക്കെ, അപ്പം എന്താ പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, അല്ല ഞങ്ങൾ വേറെ ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ അവർ കുറച്ചുകൂടിയൊക്കെ വില ഒരുപാട് കുറവ് പറഞ്ഞു. അപ്പം ഞങ്ങൾ മേ ബി ട്രൂ ആയിരിക്കാം, അല്ലായിരിക്കാം.
അപ്പം ഞങ്ങളിങ്ങനെ ആപ്പിളിൻ്റെ സ്റ്റോറിൽ പോയി ചോദിച്ചു, ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ പ്രൈസ് പറയണില്ല, എന്താ സംഭവം. അപ്പോൾ അവർ പറഞ്ഞു ഈ ആപ്പിളിൻ്റെ ഇവർ ഈ വില കുറഞ്ഞ് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ ദുബായ് അവിടെ ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് വരണതായിരിക്കും. അത് ചിലപ്പോൾ ഓൾറെഡി ഒരുപാട് വട്ടം റീപ്ലേസ് ആയ പ്രൊഡക്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞ ഫോൺ ഈ ഗാഡ്ജറ്റ്സിനെ പറ്റി ഒരു നോളജ് ഇല്ലാത്തവരാണ്. അപ്പോൾ നമ്മൾ ഈ നോളജ് ഇല്ലാത്തവർ പോയി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പറ്റിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവർക്ക് തന്നെ അവർ പറഞ്ഞു ഒരുപാട് കേസസ് വന്നിട്ടുണ്ട്. അതേപോലെ അതായത് വേറെ പുറത്ത് പോയിട്ട് എടുത്തിട്ട് ഇങ്ങനെ പണിയായിട്ട് വന്നിട്ടുള്ള, അതേപോലെ എയർപോഡൊക്കെ നമുക്ക് ചീപ്പ് 12,000 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ആപ്പിളിൻ്റെ എയർപോഡ് എടുത്തിട്ട് ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ, അതേപോലെ ഫോണൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ പറയും ആപ്പിളിൻ്റെ സ്റ്റോറിൽ പോയി എടുക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. അപ്പം ഞാൻ ആപ്പിളിൻ്റെ സ്റ്റോറിനായിരുന്നു. അല്ലെങ്കിൽ ഞാൻ മൈജിയാണ് ഞങ്ങൾ എപ്പോഴും പോണത് ഫോണൊക്കെ എടുക്കാൻ. ഞങ്ങൾ എല്ലാ ഫോണും ഇവിടെ ഞങ്ങളുടെ ഫാമിലിയിലുള്ളതെല്ലാം മൈജിന്നാണ്. മൈജിയിൽ പോയപ്പോൾ ഒരു കുറച്ചുകൂടെ റേറ്റ് കൂടുതൽ പറഞ്ഞു. അപ്പം ആപ്പിളിൻ്റെ സ്റ്റോറിന് ഞങ്ങൾക്ക് കുറച്ചുകൂടെ കുറവിന് കിട്ടി. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് സെറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ ആക്സസറീസും ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അത് ആ വീഡിയോയിൽ പറഞ്ഞ് ക്ലിയർ ചെയ്യാം. എന്നെ പോലത്തെ ബിഗിനേഴ്സിനാണെങ്കിൽ ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ എടുത്ത ഫോൺ ഐഫോൺ 15+ 256 GB ആണ്. പിങ്ക് കളറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഒറ്റ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എടുത്തു. അത് മൈജിയിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ, എക്സ്ക്ലൂസീവ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പീസായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തു. ഓക്കെ ഫൈൻ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ഇപ്പോൾ തന്നെ 10:30 ഇനി ഇതെല്ലാം ഞാൻ ഒതുക്കി എൻ്റെ റൂമിൻ്റെ കോലം വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത്രയേ ഉള്ളൂ, കൂടുതൽ കാണിക്കില്ല. ഇവിടെയൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഒതുക്കിയിട്ട് പോയിട്ട് നോക്കണം. പിന്നെ നാളത്തെ ടൈം ടേബിൾ നോക്കണം, വല്ല പഠിക്കാനുണ്ട്. അത് ബുക്ക് തുറന്നിട്ടില്ല ഗൈസ് ഇന്നത്തെ ദിവസം. അപ്പം പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. ഇന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് അവർ വേഗം വിളിച്ചു. ഓഫർ വന്നു, ഇന്നും നാളെ ഓഫർ ഉള്ളത് പറഞ്ഞു. നാളെ മൺഡേ ആണ്. അപ്പോൾ നാളെ എനിക്ക് ക്ലാസ്സിന് പോകണം, അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം, പറ്റത്തില്ല. അങ്ങനെ വേഗം ഞങ്ങളിവിടെ നിന്ന് 5 മണിക്ക് പോയിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പം വന്നു. ഓക്കെ അത്രയേ ഉള്ളൂ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ സീ ടേക്ക് കെയർ.